പശ്ചിമേഷ്യൻ യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ ട്രംപിന്റെ വാദങ്ങളെ ഖണ്ഡിച്ച് US ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇറാന്റെ മിസൈൽ ശേഷി തകർത്തുവെന്നും മിസൈൽ ലോഞ്ചറുകൾ പൂർണ്ണമായി നശിപ്പിച്ചുവെന്നുമായിരുന്നു ട്രംപിന്റെയും ഇസ്രയേലിന്റെയും വാദം. എന്നാൽ ഇത് വാസ്തവമല്ലെന്നും ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയിലേറെയും ഇപ്പോഴും സജീവമാണെന്നും 1000-ലേറെ ഡ്രോണുകളെങ്കിലും കുറഞ്ഞത് ഇറാന്റെ പക്കൽ ഇപ്പോഴും ശേഷിക്കുന്നുവെന്നുമാണ് US ഇന്റലിജൻസ് വെളിപ്പെടുത്തിയതായി CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക നശിപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന മിസൈൽ ലോഞ്ചറുകൾ പോലും ഇപ്പോഴും പ്രവർത്തനക്ഷമവും വേണമെങ്കിൽ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുന്നതുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോഞ്ചറുകൾ ഇറാൻ മറച്ചുവെച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നു. ഇറാനിൽ ഈ ആഴ്ച വരെ 12,300-ലേറെ സ്ഥലങ്ങളിലാണ് US സൈന്യം വ്യോമാക്രമണം നടത്തിയത്. പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനിയും അലി ലാരിരാജിനിയും പോലുള്ള ഉന്നതരെയും ഉൾപ്പെടെ US ഇസ്രയേൽ സംഘം വകവരുത്തി. എന്നാൽ അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ ഇറാനിൽ ഭരണമാറ്റമുണ്ടായതുമില്ല. മിസൈലുകളുടെ വലിയ ശേഖരം ഇറാന്റെ പക്കൽ ഇപ്പോഴുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനെ പരാജയപ്പെടുത്തിയെന്നും ലക്ഷ്യങ്ങൾ നിറവേറ്റിയെന്നും ട്രംപ് പറയുന്നതിനിടയിലും ഇസ്രയേലിനും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലും ഇറാൻ കനത്ത മിസൈലാക്രമണം നടത്തുകയും ചെയ്തു. എണ്ണിയാലൊടുങ്ങാത്ത രഹസ്യ തുരങ്കങ്ങളും മൊബൈൽ മിസൈൽ ലോഞ്ചറുകളുമാണ് ഇറാന്റെ കരുത്തെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലോഞ്ചറുകളുമായി സൈന്യം അപ്രത്യക്ഷരാകുമെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നു. എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം 90% തീർന്നുവെന്നും സൈന്യത്തെ നിർവീര്യമാക്കിയെന്നുമാണ് വൈറ്റ് ഹൌസ് വക്താവ് അവകാശപ്പെടുന്നത്. CNN പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് വക്താവ് തള്ളുകയും ചെയ്തു. 20 മുതൽ 25 വരെ ലോഞ്ചറുകളെ ഇറാൻ ഇനിയുള്ളൂവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. അതേസമയം ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും US താവളങ്ങളിലും ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. ദുബായിലെ US ടെക് കമ്പനിയായ ഒറാക്കിൾ ആക്രമിച്ചതായും സാരമായ നാശനഷ്ടം വരുത്തിയതായും ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. എന്നാൽ UAE ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. അതിനിടെ പ്രസിഡന്റ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അവകാശപ്പെട്ടത് ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി നാമമാത്രമായി ചുരുങ്ങിയെന്നാണ്. എന്നാൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ പ്രകാരം ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ 50% ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. മണ്ണിടിഞ്ഞതും ഭൂഗർഭാറകളിൽ മറഞ്ഞിരിക്കുന്നതുമായ ലോഞ്ചറുകളും ഇതിൽ ഉൾപ്പെടുന്നു. ആയിരക്കണക്കിന് വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ ഇപ്പോഴും ഇറാന്റെ കൈവശമുണ്ട്. ഇത് യുദ്ധം തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നതിന്റെ പകുതിയോളം വരും. കടലിലൂടെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ക്രൂയിസ് മിസൈലുകൾ ബഹുഭൂരിപക്ഷവും തകർക്കപ്പെട്ടിട്ടില്ല. ഇത് ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് വൻ ഭീഷണിയായി തുടരുന്നു. ഇറാൻ പതിറ്റാണ്ടുകളായി പടുത്തുയർത്തിയ ഭൂഗർഭ തുരങ്ക ശൃംഖലകളാണ് അമേരിക്കൻ വ്യോമാക്രമണത്തിന് വലിയ തടസ്സമാകുന്നത്. അവർ ഇപ്പോഴും മേഖലയിലുടനീളം വൻ നാശം വിതയ്ക്കാൻ പ്രാപ്തരാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതുന്നവർക്ക് തെറ്റി. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. അമേരിക്കയും ഇസ്രയേലും ഈ തുരങ്ക കവാടങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും മൊബൈൽ ലോഞ്ചറുകൾ വേഗത്തിൽ ഒളിപ്പിക്കാൻ ഇറാന്റെ സൈന്യത്തിന് സാധിക്കുന്നുണ്ട്. ഇത് യമനിലെ ഹൂതികൾക്കെതിരെ അമേരിക്ക നേരിട്ട അതേ വെല്ലുവിളിയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. പെന്റഗൺ വക്താവ് ഷോൺ പാർണൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇറാന്റെ നാവികസേനയെ നാമാവിശേഷമാക്കിയെന്നും ഭീകരവാദ ശൃംഖലകളെ തകർത്തുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ 90% കുറവുണ്ടായിട്ടുണ്ട് എന്നാണ്. ട്രംപിനെ അപകീർത്തിപ്പെടുത്താൻ അജ്ഞാത കേന്ദ്രങ്ങൾ ശ്രമിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ പകുതിയിലധികം ആയുധ ഉൽപാദന കേന്ദ്രങ്ങളും നശിപ്പിക്കപ്പെട്ടു. അമേരിക്കയും ഇസ്രയേലും ആകാശത്ത് പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി പറഞ്ഞത്. അമേരിക്കൻ കണക്കുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. ഇറാന്റെ വെറും 20 മുതൽ 25% ലോഞ്ചറുകൾ മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത്. ഭൂഗർഭാറകളിൽ കുടുങ്ങിക്കിടക്കുന്ന ലോഞ്ചറുകളെ അവർ പ്രവർത്തനക്ഷമമായ കണക്കിൽ ഉൾപ്പെടുത്തിയില്ല എന്നതാണ് ഈ വ്യത്യാസത്തിന് കാരണം. ഇറാന്റെ ഔദ്യോഗിക നാവികസേന തകർക്കപ്പെട്ടെങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നാവിക വിഭാഗം ഇപ്പോഴും ശക്തരാണ്. ആയിരക്കണക്കിന് ചെറിയ ബോട്ടുകളും കടലിൽ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള അൺമാൻ വെസലുകളും ഇവർക്കുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോഴും കീറാമുട്ടിയായി തുടരുകയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ വധിക്കാൻ സാധിച്ചത് സഖ്യകക്ഷികളുടെ വലിയ വിജയമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഇറാന്റെ സൈനിക യന്ത്രം ഇപ്പോഴും പൂർണ്ണമായി നിശ്ചലമായിട്ടില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും ഇറാന്റെ ഭൂഗർഭായുധ ശേഖരം വരും ദിവസങ്ങളിൽ മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്ക ബാക്കിയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.